എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞാൻ കഴിഞ്ഞു എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ വീട്ടിലേക്ക് വണ്ടി തന്നു. ഇപ്പോൾ ഞാൻ ഏകദേശം ആലുവ എത്താറായി. അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ആ പരിസരത്ത് ട്രെയിൻ സ്ലോ ആയ സമയത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് അവിടെ എന്താ പറയുക, നല്ലൊരു മൂടൽ മഞ്ഞൊക്കെ ഉണ്ട്. പക്ഷേ ആ ഏതോ ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ടേക്ക് റൺവേയിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് വീഡിയോ എടുക്കാം. പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് കിട്ടുന്നില്ല, ഒരു ചെറിയ രീതിയിൽ, അതായത് സൂം ചെയ്ത് നോക്കുമ്പോൾ പരമാവധി കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പുറത്തോട്ടേക്ക് റൺവേയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ തിരിച്ച് കമ്പനിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ലോഡ് ഇറക്കുമെന്ന് വിചാരിക്കുന്നു. വണ്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ലോഡ് ഇറക്കി കിട്ടിയാൽ അടുത്ത ലോഡിന് വേണ്ടി നോക്കണം. അങ്ങനെ നമ്മുടെ വണ്ടി ഫൈനലി ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് പോയിന്റിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലേബർ യൂണിയൻ്റെ ചേട്ടന്മാർ അത് ഇറക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ലോഡ് കയറ്റാൻ വേണ്ടി വന്ന വണ്ടികളാണ്. അവിടെയൊക്കെ ലോഡൊക്കെ ഇറക്കി വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞ് പുറത്തേക്ക് എടുക്കണമെന്നുണ്ട്. അങ്ങനെ പുറത്ത് വന്ന് റോഡ് സൈഡിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ചെറിയൊരു സൈഡ് കിട്ടി തരാം. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, അതായത് ഒരു ചോറും കറിയൊക്കെ ഉണ്ടാക്കി ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ വണ്ടി അവിടെ നിന്ന് മാറ്റി വെച്ചു, കാരണം അവിടെ ഇത്ര ഒരു സൗകര്യമില്ല. അപ്പോൾ ഇവിടെ കുറച്ച് മുന്നിൽ വന്നപ്പോൾ നല്ലൊരു സൗകര്യമുള്ള സ്ഥലം കിട്ടി. അപ്പോൾ ഇവിടെ സൈഡാക്കി വെച്ചു. ഇവിടെ കുഴപ്പമില്ല, അത്യാവശ്യം ഹോട്ടലും കാര്യവും പെട്രോൾ പമ്പും പിന്നെ ഇതാ അശോക് ലേലൻഡിൻ്റെ സർവീസ് സെൻ്ററൊക്കെ ഉണ്ട്. ഇവിടെ ഹോട്ടലും തൊട്ടപ്പുറം തന്നെ ഒരു ഇന്ത്യൻ ഓയിൽ ഒരു പെട്രോൾ പമ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക്കലിൻ്റെ വർക്കുണ്ട്, ചെറിയ ലൈറ്റ് 2 എക്സ്ട്രാ ലൈറ്റ് ഫിറ്റ് ചെയ്യണം, അങ്ങനെ വർക്കുണ്ട്, അതൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മൾ ഇലക്ട്രീഷ്യൻ വന്നു. ഇതാണ് ഇവിടുത്തെ കട, കോട്ടപ്പുറത്തെ മാക്സ് ഓട്ടോമൊബൈൽസ്. അവിടെ നമ്മൾ ഓൾറെഡി ലൈറ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ആ ലൈറ്റ് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ലൈറ്റ്. ഇതാകുമ്പോൾ നല്ല വെളിച്ചമുണ്ട്, LED ലൈറ്റാണ്. ഇത് നമ്മുടെ കണ്ണൂരിലെ തളിപ്പറമ്പുള്ള, നിങ്ങൾ പേരെന്തായിരുന്നു? മുഹമ്മദ് അലി അല്ലേ? മുഹമ്മദ് അലിക്ക. നമ്മുടെ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രീഷ്യൻ വയറൊക്കെ എടുക്കുന്നുണ്ട്, ഇത് റെഡിയാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഈ ലൈറ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് LED ബൾബ് അധികം ഉണ്ട്, അതാകുമ്പോൾ കുറച്ച് വെളിച്ചം അധികം കിട്ടും. മെയിനായിട്ട് നമ്മൾ ഈ രാത്രികളിൽ ഈ ചില സിംഗിൾ റോഡെല്ലാം പോകുമ്പോൾ നല്ല കുഴികളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിന് അത്ര പവർ കിട്ടുന്നില്ല. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് പവർ കിട്ടും. അപ്പോൾ ഇതെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഫിറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. ഇലക്ട്രീഷ്യൻ പുള്ളി ഗൂഡല്ലൂർക്കാരനാണ്, പേര് ഷക്കീർ അല്ലേ? ഷക്കീർ അല്ലേ പേര്? ഈ ക്ലാമ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പോയി. ഈ ഒരു ക്ലാമ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയായി. മറ്റേ ആ ക്ലാമ്പ് അതെന്താണെന്നറിയില്ല, അതിന് ഒരേ ബോട്ടിലൊക്കെ ഒരേ നീളമാണ്, പക്ഷേ ആ ക്ലാമ്പ് അതിലേക്ക് കൊണ്ട് കിട്ടുന്നില്ല. അതായത് എൻ്റെ ഒരു നെറ്റ്, ആ ക്ലാമ്പ് അവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ നെറ്റിൻ്റെ ത്രെഡ് കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതിന് പരമാവധി ശ്രമിക്കുകയാണ്. അങ്ങനെ ഏറെ സമയത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഈ ക്ലാമ്പ് വേറെ ക്ലാമ്പ് വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ റൗണ്ട് ലൈറ്റാണ് ഉദ്ദേശിച്ചത്. ഇതാകുമ്പോൾ നല്ല ചേർന്ന് നിൽക്കും. സ്ക്വയർ ലൈറ്റ് ബൾബ് കുറച്ച് അധികമുള്ളതുകൊണ്ട് നല്ല പ്രകാശം കുറച്ച് അധികം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ലൈറ്റ് വിജയകരമായി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ
അടുത്ത ലൈറ്റിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ആ ലൈറ്റും ഏകദേശം സെറ്റായിട്ടുണ്ട്. അതും കൂടി ടൈറ്റായി കഴിഞ്ഞാൽ എനിക്കിപ്പം വയറിങ്ങിൻ്റെ പണി നടത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ ലൈറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് സക്സസ്സായി ലൈറ്റ് കത്തി നല്ല വെളിച്ചമുണ്ട്. അതല്ലാണ്ട് ഇനിയിപ്പോൾ രാത്രിയാണെങ്കിൽ ഇതിന് ശരിയായിട്ട് മനസ്സിലാവുക. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സൈഡിലെ ലൈറ്റൊക്കെ അത്യാവശ്യം ചിലതൊന്നും കത്തുന്നില്ല, അപ്പം അതൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും ഇനിയിപ്പോൾ. അപ്പോഴേക്കും ഒരു ആംബുലൻസിന് എന്തോ ഒരു അർജൻറ്റ് പണി വന്നുകൊണ്ട് നമ്മുടെ ഇലക്ട്രീഷ്യൻ അതിൻ്റെ പണിയിലേക്ക് വന്നിട്ടുള്ളത്. 108 ആംബുലൻസിൽ എമർജൻസി അതിനെന്തോ ഒരു വർക്ക് വന്നിട്ടുണ്ട് അർജൻറ്റായിട്ടെന്തോ. ഇത് അശോക് ലേലൻഡിൻ്റെ സർവീസ്, അതായത് TVS വെഹിക്കിൾ മൊബൈലിറ്റി സൊല്യൂഷൻ ലിമിറ്റഡ് കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് നമ്മുടെ മാളികമ്പടിക്കപ്പുറം അവരുടെ സർവീസ് സെൻ്ററാണ്. 24/7 സർവീസ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം തിരക്കുള്ള റോഡാണ്. പകൽ സമയത്തൊക്കെ ഭയങ്കര തിരക്ക്. അതായത് വീതി വളരെ കുറവാണ്. മുമ്പത്തെ പഴയ റോഡായിരുന്നു, വീതി വന്നിട്ടില്ല ഇതുവരെ. ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. മമ്മേലൊക്കെ എവിടെയാ സ്ഥലം നാട്ടിൽ? ഞാൻ കണ്ണൂർ തളിപ്പറമ്പ്. തളിപ്പറമ്പിലെവിടെയാ? തളിപ്പറമ്പ് അരിയില്ല അല്ലേ? അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടെ? ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാല് ഞാൻ 25 വർഷം ദുബൈയിലായിരുന്നു. എവിടെ? ദുബായിലാ? ആ. റിട്ടയർഡായിട്ട് വന്നിട്ട് പിന്നെ അത് എറണാകുളത്ത് വന്നിരിക്കുമ്പോൾ ടോട്ടൽ 4 വർഷമായി. ഇത് നമ്മളൊരു വേണ്ടപ്പെട്ട ആൾ നമ്മളൊരു ചെറിയതായിട്ട് അങ്ങനെ പോകുന്ന ഒരു കടയാണിത്. പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? ഷെയറായിട്ട്. പിന്നെ അപ്പൊ കണ്ണൂരിൽ താമസമില്ല ഇപ്പൊ? കണ്ണൂർ ഞാൻ മന്ത്ലി 2 പ്രാവശ്യമായിട്ട്. ഫാമിലി ഒക്കെ എവിടെയാ? ഫാമിലി പിന്നെ അല്ല ഇപ്പൊ ഇവിടെ ഉണ്ടോ? അവിടെ ഇല്ല, അവരവിടെ ഉള്ളല്ലേ. അപ്പൊ റിവേഴ്സിന്റെ ലൈറ്റ് ഒരു എക്സ്ട്രാ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ബാക്ക് എടുക്കുമ്പോൾ നല്ല സൗകര്യം. രാത്രി ഭയങ്കര ബുദ്ധിമുട്ട് ഈ ലൈറ്റിന്റെ അങ്ങനെ കാണുന്നില്ല ഈ ചെറിയ ലൈറ്റില്. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ ലൈറ്റ് ഇത് എക്സ്ട്രാ ഇവിടെ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിപ്പം നല്ല ഉപകാരമെന്ന് വിചാരിക്കുന്നു. ഇത് ഇവിടുത്തെ കോട്ടപ്പുറം, നമ്മുടെ പറവൂർ റോഡിൽ, ആലുവയിൽ നിന്ന് വരുമ്പോൾ പറവൂർ റോഡിൽ കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അശോക് ലേലൻഡിൻ്റെ സർവീസ് സെൻ്ററാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ നമ്മുടെ വർക്കൊക്കെ ചെയ്ത ഈ മാക്സ് ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ഷോപ്പുള്ളത്. അപ്പോൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്, നല്ല സൂപ്പർ പണിക്കാരനാണ് ഇവിടുത്തെ ഒരു ഷക്കീർ എന്ന് പറയുന്നത്. ഗൂഡല്ലൂരുകാരനാണ്, മലയാളി തന്നെയാണ്. അപ്പോൾ ഗൂഡല്ലൂർ താമസിക്കുന്നത്. അപ്പോൾ പുള്ളിൻ്റെ വർക്ക് എന്നെല്ലാം പറഞ്ഞാൽ പെർഫെക്റ്റാണ്. കാരണം ഞാൻ നമ്മുടെ വണ്ടീൻ്റെ വർക്കൊക്കെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്യുന്ന ഇവിടെ പോത്തന്നൂരിലെ നമ്മുടെ ഒരു SRM എന്ന് പറഞ്ഞ ഇതായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇവരോട് ഞാൻ ആ എയർ ഹോണിൻ്റെതും ഈ നമ്മുടെ ബാക്ക് കണ്ടെയ്നറിൻ്റെ അകത്തുള്ള ലൈറ്റിൻ്റെ ഒക്കെ പറഞ്ഞിടും. അവർ നോക്കിയാൽ അതൊന്നും ശരിയാവില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവരത് ആയി. അപ്പോൾ ഈ പുള്ളിയോട് പറഞ്ഞപ്പോൾ പുള്ളിയെല്ലാം എല്ലാം പെട്ടെന്ന് ചെയ്ത് ക്ലിയറാക്കി തന്നെ. അതുകൊണ്ട് നിങ്ങൾ എറണാകുളം ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ ഈ പറവൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഈ കടക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് വണ്ടിയായാലും ചെറുതായാലും വലുതായാലും ഒന്നും കുഴപ്പമില്ല. ഇലക്ട്രിക്കൽ ഐറ്റംസ് ആയിട്ടുള്ള ഏത് വർക്കിനും ഇവിടെ വന്നാൽ മതി, ഒന്നും പ്രശ്നമില്ല. എല്ലാവിധ ഹോണുകൾ, ലൈറ്റുകൾ, എല്ലാ സ്പീക്കർ, ഒരുവിധ വണ്ടീൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. എക്സസറീസും എല്ലാം ഉണ്ട്. ലൈറ്റുകളായാലും എല്ലാത്തരം എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്ന ഈ കട, കാരണം എല്ലാം ന്യായ വിലയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതെനിക്ക് ഇവര് പൈസ തന്നിട്ടൊന്നും ഞാൻ പറയുന്നതല്ല, ഇത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇവിടെ നിങ്ങൾ വന്ന്, അതായത് പറവൂർ റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടപ്പുറം എന്ന് പറയുന്നത് അശോക് ലേലന്റെ നേരെ ഓപ്പോസിറ്റില് ഷോപ്പാണ്. ആ, TVSന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഷോപ്പാണ്. പിന്നെ വണ്ടിക്കെല്ലാം ഡെക്കറേറ്റ്, ചില വണ്ടി ഫ്രെയിമുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെല്ലാം ഡെക്കറേറ്റ് കാര്യങ്ങൾ, മാലകൾ, ഇതൊക്കെ നമ്മൾ സ്വന്തം പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ്. എല്ലാം ന്യായവിലയാണല്ലേ? പിന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈ റൂട്ട്സ് ഇതൊക്കെ ഈ വിലക്ക് നമ്മൾ എവിടെയും കൊടുക്കും. 2 പീസിന് 2200 റൂട്ട്സിന്റെ 2200. ആ വിലക്ക് എവിടെയും നിങ്ങൾക്ക് കിട്ടും. 24 വാട്ട്സ് അല്ലേ? 24 വാട്ട്സ്. അതുപോലെ ന്യായമായ റേറ്റാണ് ഇവിടെ. എല്ലാം നല്ല എന്താ പറയുക, സ്പെയർ പാർട്സിനായാലും അതുപോലെ ലേബർ ചാർജ് ആയാലും എല്ലാം നമുക്ക് എന്താ പറയുക നല്ല
വലിയ പൈസ ഒന്നും അല്ല. അഡീഷണൽ ആയിട്ട് അത്തറുകൾ, അത് വണ്ടീന്റെ കുപ്പി ബോട്ടലുണ്ട്. ഇതിന്റെ റഷാഷി എന്ന് പറയും, കൂൾ വാട്ടർ എന്ന് പറയും. പിന്നെ ഇത് ഐസ്ബർഗ് എന്ന് പറയും, ഐസ്ബർഗ്. പിന്നെ ഇത് ടീറോസ്. ഇതൊക്കെ നല്ല നേച്ചർ, നല്ല മണമാണ്. ഇതൊക്കെ എടപ്പള്ളി ടോൾ, ഇതൊക്കെ എടപ്പള്ളി ടോളിൽ ഇങ്ങനത്തെ കുപ്പിക്ക് 150 രൂപ 300 രൂപയാണ് മാളിന്റെ ഉള്ളിൽ. ഞങ്ങൾ കൊടുക്കുന്ന പോലെ 50 രൂപ ഒരു ചെറിയ കുപ്പിക്കല്ലേ. പിന്നെ ഇത് 100 രൂപ. 3 മില്ലി 6 മില്ലി. ഇതൊക്കെ എടപ്പള്ളി പിന്നെ ദൂരം മാളിനകത്തെ ഈ കുപ്പിക്ക് 250 രൂപയാണ്. ചോദിച്ചാൽ അറിയാം, വളരെ ഗ്യാരണ്ടിയുടെ സാധനം. അത് ഈ ഇങ്ങനത്തെ ഈ ബോട്ടിലേക്ക് ഒഴിച്ചുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് അതിലേക്ക് സ്പ്രെഡ് ആവും. അതിൽ ഒഴിച്ചു കൊടുത്താൽ ആ മേലെ ടോപ്പ് വുഡ് ടോപ്പ് ഉണ്ട്, അതിലേക്ക് ഒന്ന് ക്രമിക്കുക. ആ വുഡ് ടോപ്പിലേക്ക് സ്പ്രെഡ് ആയിട്ടാണ് വണ്ടിയിൽ നല്ല സ്മെല്ലുണ്ടാവും. അതും കൂടാതെ അതിൻ്റെ മുകളിൽ തന്നെ പ്രസ്സിങ് ചെയ്ത ചൈന ഉണ്ട്, വേണ്ട ചൈന ഈ സ്പ്രേ അത്തറുണ്ട്. ഇതൊക്കെ പുറത്ത് 500-600 രൂപ. ഞങ്ങൾക്ക് പുറത്ത് 300 റുപ്പീസ്, 300 രൂപ മാത്രമേ ഉള്ളൂ. 300 ഉള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പം പരമാവധി ആൾക്കാർ, പറ്റുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും നമ്മുടെ ഈ വീഡിയോ കണ്ട് വന്നു പറഞ്ഞിട്ട് കേട്ടോ. ആലങ്ങാട് പിന്നെ EVS നേരെ ഓപ്പോസിറ്റ്, കോട്ടപ്പുറം. ഓക്കെ. അപ്പോൾ ഇന്ന് ലോഡ് റെഡിയായില്ല ഇതുവരെ, അപ്പോൾ വെയിറ്റിങ്ങിലാണ്. അതുകൊണ്ട് പാചകത്തിലാണുള്ളത്. ചോറും കറിയും ഇന്നലെ പോലെ ചോറും കറിയും ഒക്കെയാണ്. അപ്പോൾ ഇതുവരെ ലോഡ് സെറ്റായിട്ടില്ല, അതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണുള്ളത്. അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെയൊക്കെ പണി കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് ലോഡിന് വേണ്ടിയിട്ട്. ഇന്ന് ലോഡൊന്നും ഉണ്ടാവുന്ന പോലെ ഇല്ല, ന്യൂ ഇയറിൻ്റെ തലേന്നായതുകൊണ്ട്. അപ്പോൾ ഇനി നാളെ ആയിരിക്കും മിക്കവാറും ലോഡ് ഉണ്ടാവുക. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ ന്യൂ ഇയർ പാർട്ടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് സൗകര്യം കിട്ടിയാൽ പറ്റുകയാണെങ്കിൽ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഇവിടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിധ ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളും ബാക്കി നാളത്തെ വിശേഷങ്ങളും, അതായത് ബാക്കി ലോഡിൻ്റെ വിശേഷങ്ങളിലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ബൈ ബൈ.